നമസ്കാരം. മലയാളികൾ ഒരുപോലെ സ്നേഹത്തോടെ കാണുകയും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൊച്ചു കലാകാരനാണ് ബാബുക്കുട്ടൻ എന്ന ആവിർഭവിൻ്റെ പാട്ട് മാത്രമല്ല, കൊച്ചു നർമ്മരസങ്ങളും അതുപോലെ തന്നെ ചെറിയ പ്രകടനങ്ങളും തഗ് ഡയലോഗുകളും ആക്ഷനുകളും കൊച്ചു വർത്തമാനങ്ങളുമൊക്കെ മലയാളികൾ എന്നേ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ ഷോയിലൂടെയാണ് മലയാളികൾക്ക് ആവിർഭവ് എന്ന ബാബുക്കുട്ടൻ പരിചിതനാകുന്നത്. ബാബുക്കുട്ടനും അതിലെ പ്രധാന ജഡ്ജായ MG ശ്രീകുമാറും തമ്മിലുള്ള കൊച്ചു നർമ്മരസങ്ങൾ തുളുമ്പുന്ന വർത്തമാനങ്ങളും തഗ് ഡയലോഗുകളും കൊടുക്കൽ വാങ്ങൽ ഡയലോഗുകളുമൊക്കെ മലയാളികൾക്ക് വലിയ തോതിൽ മലയാളികൾ ഏറ്റെടുത്തിരുന്നു. അതുമാത്രവുമല്ല, ബാബുക്കുട്ടൻ്റെ പെർഫെക്റ്റായിട്ടുള്ള പാട്ടുകളും മലയാളികൾ അന്നേ സ്വീകരിച്ചതാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇടയ്ക്ക് വെച്ച് ബാബുക്കുട്ടൻ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ബാബുക്കുട്ടനെ മലയാളികൾ കാണുന്നത് സോണി TV-യുടെ ടോപ്പ് സിംഗർ ഷോയിലാണ്. ടോപ്പ് സിംഗർ ഷോയിൽ അതിൽ പങ്കെടുത്ത ജഡ്ജസിനെയും അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനെയും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനമാണ് ബാബുക്കുട്ടൻ കാഴ്ചവെച്ചത്. അങ്ങനെ ഒടുവിൽ സോണി TV-യുടെ ടോപ്പ് സിംഗർ ഷോയിൽ ഒന്നാമത് എത്തി വിജയകിരീടം അണിയുകയും ചെയ്തു ബാബുക്കുട്ടൻ്റെ പ്രകടനം അതിൽ എത്തിയ ഓരോ ജഡ്ജസും വലിയ തോതിൽ സന്തോഷ കണ്ണീർ പൊഴിച്ചുകൊണ്ടാണ് കണ്ടത് എന്നത് ഒരു അതിശയോക്തിയല്ല. അതോടുകൂടി ബാബുക്കുട്ടൻ എന്ന മലയാളികളുടെ കൊച്ചു താരം ഒരു പാൻ ഇന്ത്യൻ താരമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ലോക നിലവാരത്തിലേക്ക് എത്തുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ ബാബുക്കുട്ടൻ കേരളവും കടന്ന് ഇന്ത്യയും കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് തൻ്റെ പാട്ടുമായി പോകുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ബാബുക്കുട്ടൻ തൻ്റെ യൂട്യൂബ് പേജിൽ പങ്കുവച്ചത്. താൻ ഇത് ആദ്യമായിട്ട് വിദേശത്തേക്ക് പാട്ടുപാടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബുക്കുട്ടൻ ഒരു കൊച്ചു പാട്ടുമായി യൂട്യൂബ് വീഡിയോയിൽ രംഗപ്രവേശനം ചെയ്തത്. ഈ ആഴ്ച അവസാനത്തോടു കൂടി, അതായത് ഓഗസ്റ്റ് 30 സൗത്ത് ആഫ്രിക്കയിലേക്കാണ് ബാബുക്കുട്ടൻ പോകുന്നത്. ഇന്ത്യൻ സെൻസേഷണൽ 4 എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ബാബുക്കുട്ടനോടൊപ്പം അഥർവ് ബക്ഷി, അതുപോലെ തന്നെ വൈഭവ് ഗുപ്ത, സുബ്ദീപ് ദാസ് ചൗധരി എന്നീ ഗായകരും ബാബുക്കുട്ടനോടൊപ്പം പോകുന്നുണ്ട്. ഇന്ത്യയുടെ യങ് മ്യൂസിക് പ്രതിഭകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു മ്യൂസിക് ലൈവ് ഷോ കൂടിയാണ് ഈ ഇന്ത്യൻ സെൻസേഷണൽ 4 എന്ന പരിപാടി. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല മറ്റ് ലോക രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഇതിൻ്റെ തുടക്കമാണ് ഈ ഓഗസ്റ്റ് 30 സൗത്ത് ആഫ്രിക്കയിൽ വച്ച് നടക്കുന്നത്. എന്തായാലും അതിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ക്ഷണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബാബുക്കുട്ടൻ പ്രത്യക്ഷപ്പെട്ടത്. ബാബുക്കുട്ടന് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം. ബാബുക്കുട്ടൻ്റെ ഷോ എപ്പോഴെങ്കിലും പിന്നീട് ലൈവായിട്ടോ അല്ലാതെയോ ഒക്കെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും ബാബുക്കുട്ടൻ അവിടെയും കേരളത്തിൻ്റെ ഇന്ത്യയുടെയൊക്കെ അഭിമാനം കാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.